ഫ്രഞ്ച് ഷിപ്പ് കേസ് സ്പൈ കേസ് എടുക്കുന്നതിൽ അപ്പോൾ അതിൽ കെ വി തോമസിനെ ഞാൻ പ്രതിയാക്കിയിരുന്നില്ല. ഒരു ദിവസം അങ്ങേരെ എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞ് നാശാക്കിയതാണ് കെ വി തോമസ്. അന്ന് MP ആയിരുന്നു. ചണ്ഡീഗഡിൽ ഞാനിരിക്കുമ്പോൾ വാർത്ത ഇത് വരുന്നു, സെൻകുമാർ ലിക്കർ ബാരൻസിൻ്റെ ഹെൽപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ യാത്ര നടത്തുന്നു അതൊക്കെ പറഞ്ഞു. ഞാനിവിടെ തിരിച്ചു വന്നിട്ട് സിന്ധു സൂര്യകുമാറിനും പിന്നെ മാധവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ പേർക്ക് നമ്മൾ ഡിഫമേഷൻ കേസ് കൊടുത്തു. ഫസ്റ്റ് തിങ് ടു കൺട്രോൾ ഇൻ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഈസ് യുവർ ഓൺ ഫോഴ്സ്. ഇഫ് യു കൺട്രോൾ പോലീസ്, നിങ്ങളുടെ കൂടെയുള്ള പോലീസിനെ കൺട്രോൾ ചെയ്താൽ 60-70% ഓഫ് യുവർ ജോബ് ഈസ് ഓവർ. ഭയങ്കരമായിട്ട് കുട്ടികളെ അടിച്ചുകൊണ്ടിരിക്കുക. അവിടെ എക്സാം നടക്കുകയാണ്, ആ ഹാളിലൊക്കെ കയറി അടിച്ചുകൊണ്ടിരിക്കുക. പോലീസിനെ എടുത്ത് പറഞ്ഞു, പോലീസ് കാമാക്കുക, പ്രിൻസിപ്പാളിന് അഷുറൻസ് കൊടുത്ത് ഇനി ആരെയും അടിക്കുന്നില്ല, അതുകൊണ്ട് കുട്ടികളൊക്കെ ഇതായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴുണ്ട് അവിടെ പിടിച്ചുകൊണ്ടുവന്ന ഒരു പോലീസുകാരെ എൻ്റെ മുമ്പിലിട്ട് അങ്ങ് അടി തുടങ്ങി. അപ്പം മുകളിൽ ആൾക്കാർ നിൽക്കുകയാണ് ചാടാനായിട്ട്. നിങ്ങളെല്ലാം അറിയുന്ന ഋഷി സിംഗ് അല്ല അങ്ങനെ ചില കാര്യങ്ങളിൽ അങ്ങനെ നമ്മൾ കർശനമായിട്ട് നിൽക്കുകയാണെങ്കിൽ എൻ്റെ പോലെ ഔട്ട്സൈഡ് പോലീസിലൊക്കെ കുറേ നാൾ വർക്ക് ചെയ്യേണ്ടി വരും. അതിന് യു ഷുഡ് ബി റെഡി. ഞാൻ ശരിക്കും ഇപ്പോഴും പറയുന്നത് പോലീസിലൊരു 10% ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ആൾക്കാരുണ്ട്, ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട്. ഒരു പക്ഷേ ജയിലുകളിൽ പോലും കാണാത്ത ക്രിമിനൽ മൈൻഡഡായിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും പോലീസിലുണ്ട്. ഇടക്കാലത്ത് ഒരുപാട് ചർച്ചയായതാണ് സാറ് ഒരു വിദ്യാർത്ഥി നേതാക്കളെ പോലീസ് മർദ്ദിക്കുന്ന സമയത്ത് അതൊരു ഫോട്ടോ വന്നിരുന്നത് വലിയ കുറേ കാലം ഇന്നലെയും കണ്ടു. ഇന്നലെ ആരും ഇന്നലെ എടുത്തിരിക്കുന്നതുണ്ട്. അല്ല, അതെന്താണെന്ന് വെച്ചാൽ ഇതിലെ എക്സൈസ് വിജിലൻസ് ഓഫീസറായിരിക്കുന്ന സമയം ശിവദാസ് മേനോൻ സാറാണ് അന്ന് ഫൈനാൻസിൻ്റെ എക്സൈസ് മിനിസ്റ്റർ. ഒരു ദിവസം എന്നെ അദ്ദേഹം വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് യോഗേഷ് ഗുപ്ത, ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് സാങ്ഷൻ കൊടുക്കാതിരിക്കുന്ന യോഗേഷ് ഗുപ്തയാണെന്ന് KSBCയുടെ MD. ശിവദാസ് നായർ സാർ, അദ്ദേഹം ശിവദാസ് മേനോൻ മിനിസ്റ്റർ എന്നെ അദ്ദേഹത്തിൻ്റെ മൻമോഹൻ ബംഗ്ലാവിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, സെൻകുമാർ KSBCയുടെ MD ആയിട്ട് വരണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു ടീ ടോട്ടലാണ്, ഐ ആം എഗെയിൻസ്റ്റ് ഡ്രിങ്ക്സ്, ഞാൻ പോയി മദ്യം വെക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റാണ്. അല്ല സെൻകുമാർ, നിങ്ങൾ തന്നെ വരണം. ഞാൻ ചോദിച്ചാൽ അവിടെ അപ്പോൾ ഇലക്ഷൻ വരാറായി, ഇത് ദിസ് മസ്റ്റ് ബി ഇൻ മാർച്ച് ഓർ ഏപ്രിൽ. അവിടെ MD യോഗേഷ് ഗുപ്തയുണ്ട്. ഇപ്പോൾ അയാളോട് കണ്ടിന്യൂ ചെയ്യാൻ പറയേണ്ട ദിവസം. അല്ല, അയാൾക്ക് CBIയിൽ പോസ്റ്റിംഗ് കിട്ടിയിട്ട് അയാൾ പോയേ പറ്റുള്ളൂ. അവിടെ എന്താണ് മറ്റേ ഒരു ഹർഷദ് മേത്തയുടെ മറ്റേ കേസുണ്ട്, അത് ഇയാളാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ അയാൾ പോയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആക്ച്വലി ഐ ആം എ ടീ ടോട്ടൽ ആൻഡ് എഗൻസ്റ്റ് ലിക്കർ ആൻഡ് അവിടേക്ക് പോകാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ല, അപ്പം ഞാൻ പറഞ്ഞത് സെൻകുമാർ പോയേ പറ്റുള്ളൂ. അങ്ങനെ തന്നെ KSBCയുടെ MD ആയിട്ട് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്താണ് ഗവൺമെൻറ് ലിക്കർ ഈ KSBCയുടെ അന്ന് ഹോൾസെയിൽ മാത്രം ഉണ്ടായിരുന്നു, മറ്റ് റീറ്റെയിൽ എടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ കാണുന്ന മിക്കവാറും റീറ്റെയിൽ ഷോപ്സൊക്കെ ഞാനെടുത്തതാണ്, അവിടുത്തെ നിയമം ബാക്കിയുള്ളത്. പക്ഷേ ഞാൻ ലിക്കർ അധികം സെയിൽ ചെയ്യാതിരിക്കാൻ എല്ലാ 1-ാം തീയതിയും ഹോളിഡേ കൊടുത്തു, എല്ലാ ആഴ്ചയിലും ഷോപ്സിന് ഒരു ദിവസം ഹോളിഡേ കൊടുത്തു. അങ്ങനെ ഹൗ ടു ലിമിറ്റ് ദ ലിക്കർ തിങ്. പക്ഷെ അന്നത്തെ ഗവൺമെൻറ് സർവേ ചെയ്ത് KSBCയുടെ ലിക്കറിൽ നിന്നാണ് പലപ്പോഴും ഞങ്ങൾ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 5-6% പലിശ കിട്ടും. ഗവൺമെൻറ് കടമെടുക്കുകയാണെങ്കിൽ, ഗവൺമെൻറ്റാണ് ഞങ്ങൾക്ക് അണ്ടർടേക്കിംഗ് തരുന്നത്, ഗ്യാരണ്ടി ആയിരുന്നു. പക്ഷേ ഗവൺമെൻറ് നേരിട്ട് കടമെടുക്കുകയാണെങ്കിൽ 14%, 15%. അപ്പോൾ നമ്മളാണ് കടമെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ ഇൻകത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് കുറേ നാൾ ഗവൺമെൻറ് സർവൈവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് ഞാൻ ഫ്രഞ്ച് ഷിപ്പ് കേസ് സ്പൈ കേസ് എടുക്കുന്നതിൽ അപ്പോൾ അതിൽ കെ വി തോമസിനെ ഞാൻ പ്രതിയാക്കിയിരുന്നില്ല. ഒരു ദിവസം അങ്ങേരെ എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞ് നാശാക്കിയതാണ് കെ വി തോമസ്. അന്ന് MP ആയിരുന്നു. അപ്പോൾ അത് കൊച്ചിയിൽ ഞാൻ കമ്മീഷണറായിരിക്കുമ്പോഴാണ്. അതിൻ്റെ കുറേ കാര്യങ്ങൾ കൊച്ചിയിൽ എന്താണ് നമ്മുടെ വിദ്രാ കേസ് അങ്ങനെയുള്ള അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു അണ്ടർ ഏജ്ഡ് പെൺകുട്ടീനെ ഇല്ലിസിറ്റ് അതായത് ഇമ്മോറൽ ട്രാഫിക് ആക്ടിന് പിടിച്ചിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങി, ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങി റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേസാണത്. അപ്പോൾ നമ്മുടെ ഇവരൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് 2 വനിതാ അഡ്വക്കേറ്റിനെ വിളിച്ച് അവരുടെ പ്രസൻസിൽ ഒരു വനിതാ SI ഇരുന്ന്, അന്ന് ഇപ്പോഴത്തെ സിസ്റ്റമൊന്നും വന്നിട്ടില്ല, പുതിയ ഈ മറ്റേ ഡൽഹിയിലെ കേസിന് ശേഷം വന്ന നിയമങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അന്ന് ഇങ്ങനെയൊക്കെയാണ്. ആക്ച്വലി ഡൽഹിയിലെ കേസിൽ വന്ന നിയമങ്ങൾ മിക്കവാറും ഞാൻ അന്ന് പാലിച്ച നിയമങ്ങളാണ്, അന്ന് സ്വന്തമായിട്ട് ഞാൻ പാലിച്ച നിയമങ്ങളാണ്. കാരണം എഴുത്തും വായന അറിയാത്തൊരു കുട്ടി കൂടിയായിരുന്നു അവർ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ ബാക്കിയുണ്ട്, അത് ഞാൻ പറയുന്നില്ല ഇപ്പോഴും. ഏതായാലും ഈ ഇഷ്യൂവിൽ എന്തോന്ന് പറ്റിയെന്ന് വെച്ചാൽ
ഞാനപ്പോൾ അന്ന് ശങ്കരനാരായണ സാറാണ് എക്സൈസ് ആൻഡ് ഫൈനാൻസ് മിനിസ്റ്റർ. എക്സലൻ്റ് ആൾ, എന്നെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് പറയും എന്നോട്, സെൻകുമാർ അവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു തലവേദനയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇതാണ്. അതിലൊക്കെ ചില ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഷോപ്പ് തുറന്നിട്ട് അവിടുത്തെ ഷോപ്പിൻ്റെ ആളുടെ വരുമാനം കുറഞ്ഞു എന്ന് പറഞ്ഞ് അന്ന് ഉണ്ടായിരുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഭയങ്കര പ്രഷർ ചെയ്ത് ഞാൻ പറഞ്ഞു ഞാൻ മാറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ മാറ്റിയാൽ ഞാൻ കേസിൽ പ്രതിയാവും. കാരണം ഗവൺമെൻറ് റവന്യൂ കുറയ്ക്കും, പ്രൈവറ്റിന് ആൾക്ക് പൈസ കൂടുതലുണ്ടാക്കുകയും ചെയ്താൽ അന്ന് 13(2) അനുസരിച്ച് ഞാൻ നേരെ ജയിലിൽ പോയാൽ മതി, ട്രയൽ പോലും നേരിടേണ്ട ആവശ്യമില്ല, അത്ര ക്ലിയർ കേസാണ്. അതുകൊണ്ട് ഞാൻ മാറ്റില്ല. അവസാനം ആ ഷോപ്പ് മാറ്റിയത് ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടാണ്, മനസ്സിലായോ? എന്നിട്ടും എന്നെ മാറ്റിയില്ല, മനസ്സിലായി. അത്രയും നല്ലൊരു മിനിസ്റ്ററായിരുന്നു അദ്ദേഹം. പിന്നീട് ഗവർണറൊക്കെ ആയപ്പോൾ അയാൾ. ഞാൻ പാലക്കാട് പോകുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പോകാറുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം മരിച്ചു പോയപ്പോൾ. അപ്പോൾ പെട്ടെന്നൊരു ഗവൺമെൻറ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഈ കെ വി തോമസ് എക്സൈസ് മിനിസ്റ്ററായിട്ട് വന്നു. അപ്പോൾ ഞാൻ നേരെ ഓടിപ്പോയി. ഞാൻ ടി വിയിൽ കാണുന്നു എക്സൈസ് മന്ത്രിസഭയിൽ മാറ്റം വന്നു, കെ വി തോമസ് എക്സൈസ് മിനിസ്റ്റർ. ഞാൻ നേരെ പോയി അനന്യ സാറിനോട് പറഞ്ഞു എന്നെ മാറ്റണം, സാറിന് അറിയാമല്ലോ ഇതിൻ്റെ കാര്യങ്ങൾ എറണാകുളത്തുണ്ടായിരിക്കുന്നു, അപ്പോൾ ഇങ്ങയുടെ കീഴിൽ ഞാനെങ്ങനെ വർക്ക് ചെയ്യുന്നത്? അതേ ഒന്നും മിണ്ടില്ല. ഞാൻ അവിടെ തന്നെ തുടർന്നു. അങ്ങനെ തുടരേണ്ടി വന്നു. പിന്നെ അവസാനം ഏഷ്യാനെറ്റിലെ ചിലർ സിന്ധു സുകുമാരൊക്കെയാണ് എൻ്റെ പേരിൽ ഞാൻ LTC എടുത്ത്, എനിക്കൊന്നും എൻ്റെ വീട്ടുകാർ നോക്കാൻ പറ്റില്ല, നമ്മൾ വർക്ക് ഹോളിക്കായിട്ട് നടന്നുകൊണ്ട് പല കാര്യം. ആദ്യമായിട്ടൊരു LTC എടുത്ത് ഇവരെയും കൊണ്ട് നമ്മൾ അന്ന് ഹിമാചൽ പ്രദേശിലുള്ളത് എൻ്റെ ബാച്ച്മേറ്റ് IAS ഒരുത്തനാണ്, അവിടുത്തെ ആപ്പിളിൻ്റെ ജ്യൂസിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്, അതിൻ്റെ MD. അപ്പോൾ അവന് തന്നെ അവിടെയെല്ലാം എൻ്റെ കാര്യങ്ങൾ അവൻ നോക്കിക്കോളാം. നമ്മൾ ബാക്കിയുള്ളടത്ത് പോയി ബാച്ച്മേറ്റ്സ് ചെയ്യുന്നു. ചണ്ഡീഗഡിൽ ഞാനിരിക്കുമ്പോൾ വാർത്ത ഇത് വരുന്നു, സെൻകുമാർ ലിക്കർ ബാരൻസിൻ്റെ ഹെൽപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ യാത്ര നടത്തുന്നു അതൊക്കെ പറഞ്ഞു. ഞാനിവിടെ തിരിച്ചു വന്നിട്ട് സിന്ധു സൂര്യകുമാറിനും പിന്നെ മാധവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ പേർക്ക് നമ്മൾ ഡിഫമേഷൻ കേസ് കൊടുത്തു പ്രോപ്പറായിട്ട്. ആ കേസ് അവിടെ നിന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ അവസാനം ഞാൻ അനിൽ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ ഇനി ഇരിക്കുന്നവിടെ ശരിയാകില്ല, കാരണം ഇങ്ങോട്ടായിട്ട് മാറ്റണം, വേറെ ഇഷ്യൂസൊക്കെ ഉണ്ട്, അത് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അങ്ങനെ എന്നെ അവിടെ നിന്ന് മാറ്റി വിജിലൻസിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മന്ത്രിസഭ വീണ്ടും ചേഞ്ച് ചെയ്തു. വക്കം പുരുഷോത്തമൻ സാറ് എക്സൈസ് ആൻഡ് ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ വാസ് ബ്രോട്ട് ബാക്ക് ഇൻ ആസ് ദ KSBC MD. അങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിട്ടൊക്കെ വരുന്ന ആ സമയത്ത് വേറെ ഒരാൾ പോലീസിലൊരു സീനിയർ ഓഫീസർ, ഞാൻ ആൾറെഡി മെൻഷൻ ചെയ്ത്, അതായത് അവരൊക്കെ ഉള്ള സമയത്തോളം ഞാൻ യൂണിഫോം ഇട്ട് പോലീസിലുണ്ടാവില്ല എന്ന്. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഈ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ കുറച്ച് സമയം യൂണിഫോം ഇട്ട് പോലീസിലുണ്ടായിട്ടുള്ളൂ. എൻ്റെ ദീർഘകാലങ്ങളും മറ്റ് പലയിടങ്ങളിലായിരുന്നു. അപ്പോൾ അത് പലരും ഇവർ ചെയ്തിരിക്കുന്ന ഇങ്ങനെ സീനിയർ പല ആൾക്കാരും ചെയ്തിരിക്കുന്നു. പിന്നെ ചില പൊളിറ്റിക്കൽ ആൾക്കാർക്ക് നമ്മൾ വഴങ്ങി കൊടുക്കില്ല എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ ഇടാത്തതായിരിക്കണം എന്നല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ട് എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല. ഐ വർക്ക്ഡ് അണ്ടർ സം ഓഫ് ദ ബെറ്റർ മിനിസ്റ്റേഴ്സ് വിത്ത് ബെറ്റർ ഫ്രീഡം, ബെറ്റർ ഔട്ട്പുട്ട് ആൾസോ. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, വക്കം പുരുഷോത്തമൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് IG ആയിട്ട് ലോക്കൽ IG ആയിട്ട് പോകണമെന്ന്. ഒരു വർഷം ആണ് ഇലക്ഷൻ, 2005 ഇലക്ഷൻ വരുന്നത്, 2006 ഇലക്ഷൻ വരെയാണ്. 2005 ഫെബ്രുവരിയിലാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം. അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല, അവിടെ നിന്ന് പോകാൻ പറ്റില്ല, സെൻകുമാർ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഇതാണ് ഇഷ്യൂ, അതായത് എന്നെ യൂണിഫോം ഇടിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ശരിയല്ലല്ലോ സാർ. അങ്ങനെയാണോ, ഒന്ന് എത്താൻ പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ IG സൗത്ത് സോണായിട്ട് ചാർജ് എടുക്കുന്നു. അന്ന് ആരൊക്കെയാണ് നമ്മൾ കേസ് അന്വേഷിക്കാൻ പോയ SROയിലേക്ക് പോയ അന്വേഷിക്കാൻ പോയ മിസ്റ്റർ ശ്രീവാസ്തവയാണ് DG. നോക്കണം, ഇവിടെ KV തോമസൊക്കെ വന്ന് നമ്മളിരുന്ന് ഇവിടെ വെച്ച് നമ്മൾ മിസ്റ്റർ രാമൻ ശ്രീവാസ്തവ, അദ്ദേഹത്തിന് എന്നോട് വിരോധം എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തിന് ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഞാൻ കേസ് അന്വേഷിച്ചില്ല ശരിക്കും, അവിടെ നിന്ന് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കേസ് CBI കഴിഞ്ഞിട്ട് അന്വേഷിക്കാൻ കണ്ടുപിടിച്ച ആൾ ഞാനാണെന്നുള്ള ആ വിരോധം ആയിരിക്കണം. അപ്പോൾ എൻ്റെ മാക്സിമം ബുദ്ധിമുട്ടിക്ക് ഇവരുടെയൊക്കെ ഒരു സ്വഭാവമായിരുന്നു. പക്ഷെ ഞാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന, ശരിക്കും ഓവർ വർക്ക് ചെയ്യുന്ന സമയമാണ്. ശരിക്കും ഈ പ്രസിഡൻറ്റ് വിസിറ്റിലൊക്കെ ഞാൻ 26 സ്ഥലങ്ങളിൽ ഒരു ദിവസം പോയിട്ടുണ്ട്. പ്രസിഡൻറ്റ് പോകുന്ന ഹെലികോപ്റ്ററിൽ, ഞാൻ പോകുന്ന കാറിലാണ്. അതും അന്നത്തെ കാറെന്ന് പറയുന്നത് അംബാസഡർ കാറിൻ്റെ പഴയ മോഡലാണ്, ഇന്നത്തെ പോലെ വണ്ടികളൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ദിവസം ഈ നമ്മൾ മോഹനൻ എന്ന് പറഞ്ഞൊരു CAയോട് പറഞ്ഞു, നമ്മളൊരു ദിവസം
എൻ്റെ ഓഫീസിൻ്റെ ആദ്യം എൻ്റെ ഓഫീസ് ഇവിടെയായിരുന്നു, PTCയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഓഫീസിൽ വന്ന് ഞാനാണത് ഇനോഗ്രേഷൻ നടത്തുന്ന സമയത്ത് അവിടെ ആദ്യത്തെ ഇതിൽ തുടങ്ങുന്നത്. അപ്പോൾ ഈ അന്ന് IG സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സോണുണ്ട്, എറണാകുളം അടക്കമുള്ള സോൺ IGയുടെ കീഴിലാണ് ഇപ്പോൾ ഉള്ള പോലെ. അവിടുത്തെ CAയോട് പറഞ്ഞു, ഇവിടെ മ്യൂസിയം CA മോഹനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അവിടുത്തെ മെൻസ് ഹോസ്റ്റലുണ്ട് ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെ, നമുക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെല്ലാം തയ്യാറെടുപ്പായിട്ട് നിൽക്കുന്ന സമയം മോഹൻ പോയി അത് ചെക്ക് ചെയ്തു എന്നാണ് മോഹൻ എന്നോട് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തലേദിവസം ഈ MG കോളേജിൽ സംഘർഷം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങി. കംപ്ലീറ്റ് നമ്മൾ വയർലെസ് വെച്ചിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം ഇങ്ങനെ ഒരു ബോംബേർ നടന്നു, മോഹൻ്റെ കാലിന് പരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്ത ആളെ ആസ്പത്രിയിലേക്ക് ഇത് ചെയ്യുക. മാത്രമല്ല അവിടെ കിട്ടിയവരെ പിടികൂടിയിട്ട് ഞാൻ പറഞ്ഞു അവരെ സിൽവർ നൈറ്റ് ടെസ്റ്റ് നടത്താനായിട്ട് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ ആളെ വിടുക. അപ്പോൾ ആക്ച്വലായിട്ട് ആരാണ് എക്സ്പ്ലോസീവ് എല്ലാം ഹാൻഡിൽ ചെയ്തതെന്ന് അറിയാൻ പറ്റും. അവരെ മാത്രം അവരെ പിടിക്കുക, ബാക്കിയുള്ളവരെ നമുക്ക് ആവശ്യമില്ല, പക്ഷേ അവരെ പിടിക്കാൻ പറഞ്ഞു. അത് നിർദ്ദേശം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വേണ്ട മനോജ് എബ്രാഹാം ഈ കോളേജിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മനോജ് എബ്രാഹിമിനെ പറ്റി എനിക്ക് അറിയാം. ഹി വിൽ ബി ചിലപ്പോൾ റെക്ലെസ് ആയിട്ട് ഭയങ്കരമായിട്ട് അടി കൊടുത്ത് കളയും. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഞാനും കൂടി പോകണം അവിടെ ടു കൺട്രോൾ ദ സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നോക്ക്, ഞാൻ 8 കോളേജുകൾ കയറിയിട്ടുണ്ട്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് കയറി, അവിടെ ഒരു എൻക്വയറി ഉണ്ടായി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് തിങ് ടു കൺട്രോൾ ഇൻ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഈസ് യുവർ ഓൺ ഫോഴ്സ്. ഇഫ് യു കൺട്രോൾ പോലീസ് മെൻ ഓർ വിമൺ, പോലീസ് നിങ്ങളുടെ കൂടെയുള്ള പോലീസിനെ കൺട്രോൾ ചെയ്താൽ 60-70% ഓഫ് യുവർ ജോബ് ഈസ് ഓവർ. ഫസ്റ്റ് യു ഹാവ് ടു കൺട്രോൾ ദ. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇൻ കൊല്ലം ആൾസോ ഐ എക്സ്പീരിയൻസ് ഇറ്റ് എവരിവെയർ. ദിസ് ഈസ് മൈ ആഫ്റ്റർ ദാറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളും ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലൊന്നും പോയി ഇവർ പോലീസുകാർ പോയിട്ട് അവിടുത്തെ ലബോറട്ടറി ഒക്കെ തകർക്കുകയും ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കി. അവസാനം ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഞാനോ അല്ലെങ്കിൽ SP ആണ് ഇതിൻ്റെ എല്ലാത്തിനും നേതൃത്വം എടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ കൊല്ലത്തൊക്കെ വെടിവെപ്പുണ്ടായ ആ സമയത്ത് ഞാൻ ഓടിച്ചിട്ട് പിടിച്ച പ്രതികളെ ഇവന്മാർ തലയൊക്കെ തല്ലി പിടിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. മനസ്സിലായി? അങ്ങനെ ചെയ്യും. അപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ ഈ മനോജ് പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ഇവരോട് പറഞ്ഞു, നോക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ്. അപ്പോൾ ഭയങ്കരമായിട്ട് കുട്ടികളെ അടിച്ചുകൊണ്ടിരിക്കുക. അവിടെ എക്സാം നടക്കുകയാണ്, ആ ഹാളിലൊക്കെ കയറി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 3ാമത്തെ നിലയിൽ നിന്ന് ആ കുട്ടികൾ ചാടാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഉള്ള ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു, പോലീസിനെ എടുത്ത് പറഞ്ഞു, പോലീസ് കാമാകുക, നമ്മൾ ഇവിടുത്തെ പ്രിൻസിപ്പാളോട് പറഞ്ഞിട്ട് ഇവിടെയുള്ള ആൾക്കാർ നമുക്ക് പിടിക്കാം. അങ്ങനെ പ്രിൻസിപ്പാളിന് അഷുറൻസ് കൊടുത്ത് ഇനി ആരെയും അടിക്കുന്നില്ല, അതുകൊണ്ട് കുട്ടികളൊക്കെ ഇതായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴുണ്ട് അവിടെ പിടിച്ചുകൊണ്ടുവന്ന ഒരു പോലീസുകാരെ എൻ്റെ മുമ്പിലിട്ട് അങ്ങ് അടി തുടങ്ങി. അപ്പം മുകളിൽ ആൾക്കാർ നിൽക്കുകയാണ് ചാടാനായിട്ട്. അവർ ചാടിയാൽ ഒന്നെങ്കിലും ചാടുക അല്ലെങ്കിൽ മരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതും ടോട്ടലി ഇന്നസെൻ്റ് ആണ്. കാരണം ഇത് ആക്രമണം നടത്തി എല്ലാവരും അവിടെ നിന്ന് സ്ഥലം വിട്ട് കഴിഞ്ഞു, ആരും അവിടെ വെയിറ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ ടോട്ടലി ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അടിക്കുന്നുണ്ട്. ഇയാൾ എൻ്റെ മുന്നിൽ വെച്ച് അടിച്ചപ്പോൾ ഞാൻ അയാളെ പിടിച്ചു, അവിടെ വെച്ച് എന്നെ സസ്പെൻഡ് ചെയ്തു. ദെൻ ദാറ്റ് വാസ് ദ ഇഷ്യൂ. അപ്പോൾ അത് അന്ന് ഇത്രയധികം മീഡിയയില്ലെങ്കിലും മീഡിയ എടുക്കുന്നതൊക്കെ നമുക്കിതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. അവിടുത്തെ ആക്ഷൻ അതുപോലെ ഉണ്ടായി. സോ ദാറ്റ് ബിക്കേം എൻ ഇഷ്യൂ. അതിൽ KT തോമസ് സാറൊക്കെ എൻ്റെ ഭാഗമാണ് റൈറ്റ് എന്ന് പറഞ്ഞത്. കാരണം നമ്മളിങ്ങനെ ഒരു അക്രമം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പോലീസ് നടത്തുന്ന അക്രമമായാലും നമ്മുടെ മുന്നിലാണെങ്കിൽ ദ സീനിയർ ഓഫീസർ ഹാസ് ഗോട്ട് എ ലയബിലിറ്റി ടു സ്റ്റോപ്പ് ഇറ്റ്, അക്കൗണ്ടബിലിറ്റി ടു സ്റ്റോപ്പ് ഇറ്റ്. അല്ലാതെ അത് പോലീസ് നടത്തുന്നതാണ്, അയാൾ നടത്തി തീർത്തട്ടെ എന്നും പറഞ്ഞ് നിൽക്കലല്ല. ഇപ്പോൾ പോലീസ് മാൻ ഈസ് ഡൂയിങ് അട്രോഷ്യസ് തിങ്, ഇല്ലീഗൽ തിങ്സ്, ദ സുപ്പീരിയർ ഓഫീസർ ഷുഡ് ഇൻ്റർഫിയർ. അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അതാണ് വേണ്ടത്. അപ്പോൾ അത് മാത്രമേ നമ്മളവിടെ ചെയ്തുള്ളൂ. എന്തായാലും അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഋഷിയ സിംഗോ മറ്റോ അത് തെറ്റാണ്, അത് പോലീസ് ചെയ്യുന്നത്, പോലീസിനെ അങ്ങനെ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവന മനോരമയിൽ വലിയ വാർത്ത വന്നു. അപ്പം ഞാനന്ന് ശബരിമലയുടെ സ്പെഷ്യൽ ഓഫീസർ കൂടിയാണ്. അന്ന് ADG പുലിയേസി സാറാണെന്ന് തോന്നുന്നു എൻ്റെ മുകളിലുള്ളത്. പക്ഷേ ഞാനാണ് അവിടെ കംപ്ലീറ്റ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടേക്ക് അതിനിടയ്ക്ക് എന്താണ് ഒരു മന്ത്രിയുടെ പേരിലുള്ള ഒരു അന്വേഷണം വന്നിട്ട്, രാമേന്ദ്രൻ എന്ന് പറഞ്ഞ വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു, ഹെൽത്ത് മിനിസ്റ്റർ, അങ്ങയുടെ പേരിൽ എന്താ ആക്ഷേപം വന്നിട്ട് അതിൻ്റെ എൻക്വയറി എനിക്ക് തന്നിരിക്കുക. അപ്പോൾ ആ എൻക്വയറി റിപ്പോർട്ട് കൊടുക്കണം. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ഇയാൾ സൽമാൻ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻക്വയറി റിപ്പോർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോയി അവിടെ പോയി ജോലി നോക്കുന്ന സമയം കാലത്ത്, അപ്പം ഞാൻ രാത്രി തീരെ എനിക്ക് തോന്നുന്നു 5 മണിക്ക് മറ്റാണ് കിടന്നുറങ്ങുന്നത്. ഒരു 7-7:30 ആയപ്പോൾ പത്രക്കാരോ വന്ന്
അപ്പോൾ അവരിങ്ങനെ ചോദിച്ച സമയം നമ്മൾ ഓർക്കച്ചടവിലാണ് ആക്ച്വലി. അപ്പോൾ ഋഷിരാജ് സിംഗ് എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഋഷിരാജ് സിംഗ് ഇവരും ആക്ഷേപം ഉന്നയിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ പൈസ പിരിച്ച് അയാൾക്ക് കൊടുത്തിട്ടുള്ളതാണ്, ആ പൈസയുടെ കണക്കൊന്നും അയാൾ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചും കൊണ്ട് ഞാൻ ഡിഫമേഷൻ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തു. എവിടെ? ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതി, CJM കോടതിയിൽ. അങ്ങനെ അപ്പോൾ അത് നിങ്ങളെല്ലാം അറിയുന്ന ഋഷിരാജ് സിംഗ് അല്ല അങ്ങനെ ചില കാര്യങ്ങളിൽ. അപ്പോൾ ഋഷിരാജ് സിംഗ് ആ കേസൊക്കെ കൊടുത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടസ്റ്റ് ചെയ്ത് ഞാനും കണ്ടസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവസാനം കോടതിയുടെ ഓർഡർ വന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഐ ടോൾഡ് ഈസ് ആബ്സല്യൂട്ട്ലി ട്രൂ, വാട്ട് ഹി ടെൽ ഈസ് ആബ്സല്യൂട്ട്ലി, അതിലൊരു കേസില്ല, ഹി ഹാസ് നത്തിങ് എൽസ് ടു ടെൽ. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് കേസ് വിൽ നോട്ട് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഈ അതിനിടയ്ക്ക് വിദ്രാ കേസിൻ്റെ ഒരു കാലത്ത് ഋഷിരാജ് സിംഗ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ ഋഷിരാജ് സിംഗ് അതായത് വിദ്രാ കേസ് കൊച്ചിയിലുണ്ടായിട്ട് ആദ്യത്തെ 2-3 മാസം ഞാൻ അന്വേഷിച്ചു. എന്നിട്ട് ഞാൻ മാറി, ഞാൻ ക്രൈംബ്രാഞ്ച് DIG ആയിപ്പോയി. ഈ കേസ് അവൻ അന്വേഷിക്കുന്ന സമയം അവന് പറ്റില്ല, അത്ര വലിയ കേസാണെന്നും പറഞ്ഞ് വീണ്ടും അവൻ പെറ്റീഷൻ കൊടുത്ത് ഈ കേസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വീണ്ടും ക്രൈംബ്രാഞ്ചിൽ എൻ്റെ അടുത്ത് തന്നെ വന്നു. അപ്പോൾ ആ ടീം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഇരുന്ന സമയത്ത് എടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ചിലർ പ്രതികളായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഇഷ്യൂ വന്ന സമയം അന്ന് ഒരു ജഡ്ജി ഇതുപോലെ വളരെ അൺഫെയർ ആയിട്ട് പെരുമാറുന്ന ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. ആ പ്രതിയുടെ സസ്പെക്റ്റ് ഉണ്ട്. എനിക്ക് ആ ജഡ്ജിയെ പോലും ഈ കേസിൽ സംശയമുണ്ട് എനിക്ക്. പക്ഷേ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ജഡ്ജിമാരൊക്കെ അങ്ങനെ വന്നു പോയാൽ അങ്ങനെയുള്ളൂ. പക്ഷേ എനിക്ക് ഇപ്പോഴും എനിക്ക് നല്ല സംശയമുണ്ട്. അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു. ഏതായാലും ഞാൻ ഈ കേസിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഋഷിരാജ് സിംഗ് അപ്പോൾ എൻ്റെ പേരിൽ ഹൈക്കോടതി ഒരു എൻക്വയറി ഓർഡർ ചെയ്തു. എന്നിട്ട് DGP ആണ് നടത്തുന്നത്. അപ്പോൾ DGP നടത്തുമ്പോൾ DGPയുടെ ഓഫീസിൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന സമയം ഋഷിരാജ് സിംഗ് ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത് അവൻ്റെ കാലത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, DGയോട് പറഞ്ഞു, സാറേ അയാൾ പോട്ടെ, എനിക്ക് അയാളുടെ യാതൊരു ഇതും ആവശ്യമില്ല. ഞാൻ DGയോട് പറഞ്ഞു, വെൻ വാസ് ഹി പോസ്റ്റഡ്, വെൻ ഡിഡ് ഹി ടേക്ക് ചാർജ് ഇൻ കൊച്ചി ആസ് കമ്മീഷണർ, വെൻ ഐ വാസ് ട്രാൻസ്ഫേർഡ്, വെൻ ദിസ് ഡേറ്റ് ഓഫ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അന്ന് തൊട്ട് ഞങ്ങൾ കുറച്ച് നാൾ സംസാരിക്കാറില്ല, യാതൊരു ബന്ധവുമില്ല, ഒന്നുമില്ലാതിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഇതേപോലെ മറ്റേതോ കേസിൻ്റെ കാര്യത്തിന് ഞാൻ അപ്പോൾ അന്ന് പോലീസ് ക്ലബ്ബ് പഴയ പോലീസ് ക്ലബ്ബാണ്, അവിടെ താമസിക്കുന്ന സമയം ഒരാൾ എൻ്റെ ഡോറെ വന്ന് മുട്ടി. നോക്കിയപ്പോൾ ഋഷിരാജ് സിംഗാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലെറ്റർ തന്നു. ഞാനവിടെ തിരക്കായതുകൊണ്ട് ഈ ലെറ്റർ എടുത്ത് ബാഗിലിട്ടു. ഞാൻ നോക്കിയില്ല, കിട്ടിയ ലെറ്റർ ഞാനെടുത്ത് ബാഗിലിട്ടു. കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ അയ്യോ ഇയാളൊരു ലെറ്റർ ഒന്നുമില്ല, വിട്ടുപോയല്ലോ എന്ന് വെച്ചാൽ വായിക്കുമ്പോൾ അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ടേ. അപ്പോൾ അതിൽ ഒരു സോറി ലെറ്ററാണ്, ഞാൻ ഐ ആം വെരി സോറി, ഇതാണെന്നൊക്കെ പറഞ്ഞു ലെറ്റർ തന്നിട്ട്. ഇനി ഞങ്ങൾ പിന്നെയും ഫ്രണ്ട്സായി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുത്തത്. വീണ്ടും ഇത് തള്ളിക്കഴിഞ്ഞ് എനിക്ക് ഇതായി. പിന്നെ ഞാൻ KSRTC CMD ആയിരിക്കുന്ന സമയത്ത് അഗെയിൻ ഹി ടോൾഡ് സോറി, അങ്ങനെ ഇരിക്കെ പറഞ്ഞ് ഐ ബിക്കെയിം ഇറ്റ്സ് ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ, ദർ ഈസ് നോ പ്രോബ്ലം. ഞങ്ങൾ വീണ്ടും നല്ല അതായത് ഒരു എനിമിറ്റി ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു എനിമിറ്റിയും ഇല്ല. അയാളുടെ പണി ചെയ്യുന്നു, നമ്മുടെ പണി ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തോന്നുന്നു അയാളെ മറ്റേ മൂന്നാറിലെ മറ്റേ കേസിൽ 3 കാറ്റഗറിലൊന്നായിട്ട് പോകാനുള്ള സംഭവമൊക്കെ ഉണ്ടാകുന്നത്. 3 പൂച്ചകൾ. അപ്പോൾ ഈ പോലീസിനൊക്കെ പിടിക്കാനുണ്ടായ സംഭവം നിങ്ങൾ ചോദിച്ചതിന് ഇങ്ങനെയാണ്. ഈ സംഭവമാണ് പോലീസിനെ പിടിക്കാനുണ്ടായ സംഭവം. സാറേ ഈ അതിൽ പറയുന്നുണ്ട്, അതായത് ഈ കലാപങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ലാത്തിച്ചാർജ് നടക്കുമ്പോഴോ സ്വന്തം പോലീസുകാരെയാണ് ആദ്യം നിയന്ത്രിക്കേണ്ടതെന്നുള്ളത് വായിച്ചിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ആ ഒരു ആക്ഷൻ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇന്നസെൻറ്റിന് ഭയങ്കരമായിട്ട് ഇത് സഫർ ചെയ്യേണ്ടി വരും. മാത്രമല്ല അനാവശ്യമായിട്ട് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. സോ വി ഹാവ് ടു കൺട്രോൾ അവർ മെൻ ഫസ്റ്റ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആരോപണങ്ങൾ, പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ, ഈ കസ്റ്റഡി മർദ്ദനങ്ങൾ, അതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനങ്ങൾ എടുത്താൽ നിർത്താൻ കഴിയും? അല്ല, അത് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ DG. ഞാൻ പറഞ്ഞു രാജഗോപാൽ നാരായൺ സാറിൻ്റെ പോലൊരു DG ഒക്കെ ഉണ്ടാണെങ്കിൽ വളരെ എളുപ്പമാണ് തിങ്സ്. DG പോലീസിൽ 3 ഫൾക്രംസാണ് ശരിക്കുള്ളത്.
1 SHO, 2 SP, 3 DGP. ഇതിനിടയിലുള്ളതൊക്കെ അങ്ങോട്ട് ഒരു ഇതിനെ ഫില്ല് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, ഫില്ലേഴ്സ്. ബട്ട് ദ ഫൾക്രംസ് ആർ ദീസ് പോയിൻറ്റ്സ്. അപ്പോൾ ആ 3 ഫൾക്രംസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലീസിങ് വിൽ ബി ഗുഡ്. സോ ഇഫ് യു ഹാവ് എ വെരി ഗുഡ് SHO, വെരി ഗുഡ് SP ആൻഡ് വെരി ഗുഡ് DG, തിങ്സ് വിൽ മൂവ് ടോട്ടലി പ്രോപ്പർലി. ഇതിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് വരണം. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് വരുമ്പോൾ അത് മുഖം നോക്കി അത് നടപടി എടുക്കാനായിട്ട് വേറെ ഒന്ന് ആ ഇൻ്റർഫറൻസിന് സമ്മതിച്ചു കൊടുക്കാത്ത ആളാണെങ്കിൽ ട്രാൻസ്ഫർ യു ഹാവ് ടു ബി റെഡി ഫോർ എ ട്രാൻസ്ഫർ. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിയമം ആക്ച്വലി നിലവിലുണ്ട്. SHOനെയും SP-നെയും IG-നെയും DGP ഒക്കെ മാറ്റണമെങ്കിൽ 2 വർഷം വേണം. ഇപ്പോൾ എന്തായാലും എൻ്റെ കേസിന് ശേഷം ഈ 2 വർഷത്തെ ഇവിടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ അവർക്ക്. ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ ഇതാ പോലും 1 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത് അവരെ 2 വർഷത്തേക്ക് നിർത്തുന്നുണ്ട്. പക്ഷേ അതിൽ കുറേ ഫിറ്റ് പാർട്സ് ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഈസ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. ആ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് നടന്നിട്ട് ഇതുപോലെ ഒരാൾക്കും, അതായത് ഞാനൊക്കെ ചെയ്യാറെന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫീസേഴ്സിന് ഐ യൂസ് ടു ഗീവ് മാക്സിമം പ്രൊട്ടക്ഷൻ ഫോർ ആക്ഷൻ ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. പല സംഭവത്തിനും ആക്ഷൻ ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ആണെങ്കിൽ വിൽ ഹാവ് ടു പ്രൊട്ടക്ട് ദ ഓഫീസർ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കൊല്ലത്ത് വെച്ച് ഒരു DYFIക്കാരനെ അടിച്ചിട്ട് ഐ ടുക്ക് ദ ഹോൾ തിങ്. ഞാൻ പറഞ്ഞു ഞാനാണെങ്കിൽ കൂടുതൽ അടി കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മറുപടി. അപ്പോൾ ഇപ്പോൾ അതുപോലെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ് കള്ളച്ചാരായം പിടിക്കാൻ പോയ ഒരു SIനെ എൻ്റെ സീനിയർ ഓഫീസർ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് പോയി തിരിച്ചു വന്നപ്പോൾ ഇയാളെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞ കാര്യമാണ് ഞാൻ ചെയ്തത്, അത് ഞാൻ സസ്പെൻഷനിലായെന്ന് പറഞ്ഞു. ഞാൻ നേരെ IG-യുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സാർ ഇത് പറ്റില്ല. If a legal action is taken by an officer and an illegal action is taken by my senior officer, what is this? അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് അവൻ്റെ അവസാനം നടപടി ഉണ്ടായത്, ഓർഡർ ആൾറെഡി ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് അയാൾക്ക് പ്രൊമോഷൻ കിട്ടേണ്ടതാണ്. ഒരാഴ്ച കൊണ്ട് എൻക്വയറി തീർത്ത് അയാളുടെ എൻക്വയറി അയാളെ ക്ലിയർ ചെയ്ത് ഹി വാസ് പ്രൊമോട്ടഡ്. അപ്പം അങ്ങനെ നമ്മൾ കർശനമായിട്ട് നിൽക്കുകയാണെങ്കിൽ എൻ്റെ പോലെ ഔട്ട്സൈഡ് പോലീസിലൊക്കെ കുറേ നാൾ വർക്ക് ചെയ്യേണ്ടി വരും. അതിന് യു ഷുഡ് ബി റെഡി. അതിന് പ്രശ്നം ഉണ്ടാകരുത്. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ദർ ഇസ് എ ഫ്രാക്ഷൻ ഇൻ പോലീസ് CPM-ൻ്റെ. അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവും. അവരാണ് എല്ലാ SP-യെ നിയന്ത്രിക്കുന്നതും ഓരോ സ്ഥലത്ത് നിയന്ത്രിക്കുന്നതും. അതുപോലെ ഈ പോലീസ് ഫ്രാക്ഷൻ്റെ ഭാഗമായിട്ട് അവർ നിയന്ത്രിക്കാനായിട്ട് ഇവരുടെ ലോക്കൽ സെക്രട്ടറി മുതൽ മുകളിലോട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ സാമാന്യമായിട്ട് എന്ത് നടക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ UDF ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് കുറേ ഓഫീസേഴ്സ് കറപ്റ്റാണ്. ഇപ്പം ഞാനൊക്കെ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്ന നമ്മൾ ഓഫീസേഴ്സിനെ ABCD കാറ്റഗറി ആയിട്ട് എടുക്കും. ആബ്സലൂട്ട്ലി ഗുഡ് A, B അങ്ങനെ കുറഞ്ഞ് എങ്ങനെ ഏറ്റവും മോശം ഏറ്റവും ക്രിമിനലും D. അപ്പോൾ നമ്മൾ ആരെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇവൻ ഇതിൽപ്പെട്ടാണ് അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ക്രിമിനൽ എലിമെൻസിന് ഇങ്ങനെ വരാൻ പറ്റില്ല. ഇപ്പോൾ UDF-ൻ്റെ കാലത്ത് ആക്ഷൻ എടുത്ത ഓഫീസർമാരെല്ലാം LDF വരുന്ന വെച്ചാൽ ഞങ്ങൾ മാർക്സിസ്റ്റ് സപ്പോർട്ടേഴ്സ് ആയതുകൊണ്ട് ചെയ്തതാണെന്നും പറഞ്ഞ് അവരെല്ലാം തിരിച്ചു കയറും. ആ ക്രിമിനൽസ് വിൽ കം ബാക്ക്. ഇങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഈ 8-9 കൊല്ലത്തോളം ഈ പാർട്ടിയുടെ അടിയിൽ കിടന്ന് മോളിൽ നിന്ന് ഒരു സപ്പോർട്ടില്ല. അതായത് ഒരു SI എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അയാളാണ് ഉത്തരവാദി, ഒരു SP എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അയാളാണ് ഉത്തരവാദി. ഒരു സീനിയർ ഹൈറാർക്കിയിൽ സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലാതെയായി, ടോട്ടലി പോയി. അപ്പോൾ അപ്പന ചെയ്യുക എന്നുള്ളൊരു കാര്യമായിട്ട് ആ സിസ്റ്റം മാറി. അതപ്പോൾ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ആണ്. അതുപോലെ തന്നെ ഈ സീനിയർ ഓഫീസേഴ്സ് നന്നായിട്ട് നോക്കണം. അപ്പോൾ നല്ല ഓഫീസേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം, ചീത്ത ഓഫീസേഴ്സിനെതിരെ പ്രോപ്പറായിട്ട് നടപടി എടുത്തുകൊണ്ടിരുന്നാൽ അപ്പോൾ ആ നടപടി എടുക്കാൻ അയാൾക്ക് പറ്റണം. ഇപ്പോൾ ഒരു SP നടപടി എടുക്കുകയാണെങ്കിൽ അതിന് DIG-യും IG-യും DG-യും സപ്പോർട്ട് ചെയ്യണം. സോ DG ക്യാൻ ഡു ഇറ്റ് ബിക്കോസ് 2 years he cannot be transferred. He can, if he wants, he can do it. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ സിസ്റ്റം വർക്ക് ചെയ്യാതെ വന്ന സമയത്ത് പിന്നെ കുറേ മറ്റ് റീസൺസ് ഉണ്ട്. അതായത് ഈ നമ്മൾ മാനേജ്മെൻറ്റ് ഏരിയയിൽ പറയുന്ന പോലെ ദ മാനേജർ ഷൗട്ട്സ് ദ ഡോഗ് ബാർക്സ്. ഈ ഒരു സിസ്റ്റം കേട്ടിട്ടുണ്ടോ? അതായത് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാളുടെ മാനേജർ അയാളെ ഷൗട്ട് ചെയ്തപ്പോൾ അയാൾ വീട്ടിൽ വന്ന് അയാൾക്ക് ആ വിഷമത്തിന് അയാളുടെ ഭാര്യയെ കുറേ ഷൗട്ട് ചെയ്തു. ഭാര്യയെ ഷൗട്ട് ചെയ്ത സമയത്ത് അവരെ നോക്കിയപ്പോൾ അവിടെ മോനാണ് അവിടെ ഇരിക്കുന്നത്, അവനൊരു അടി വെച്ച് കൊടുത്തു. അവൻ എന്ത് ചെയ്തു, അവിടെ നോക്കിയപ്പോൾ അവിടെ പട്ടി കിടപ്പുണ്ട്, ആ പട്ടിക്ക് എന്നൊരു ചവിട്ട് കൊടുത്തു. അവസാനം പട്ടി വരച്ച്. അപ്പോൾ മാനേജർ ഷൗട്ട്സ് ആൻഡ് ഡോഗ് ബാർക്സ്, ഇതാണ് ആ തിയറി. അപ്പോൾ അതേപോലെ ഈ സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ സഫറിങ് മുഴുവൻ വരുന്ന അവസാനം
ഇത് ഏത് പാവത്തിൻ്റെ മേലാണ് കൊടുക്കാൻ പറ്റുന്നത് അവനിട്ട് മാക്സിമം അങ്ങ് ചെയ്യും. പിന്നെ പോലീസിൽ ഇപ്പം ഞാൻ DG പ്രസൻസും ആയിരുന്ന ആളാണ്. ഞാൻ ശരിക്കും ഇപ്പോഴും പറയുന്നത് പോലീസിലൊരു 10% ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ആൾക്കാരുണ്ട്, ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട് പോലീസിൽ. 90% നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആൾക്കാരുണ്ട്, ജീവൻ കഴിക്കാൻ തയ്യാറായ ആൾക്കാരുണ്ട്, ബെസ്റ്റായിട്ട് ആൾക്കാർ നോക്കുന്ന. പക്ഷേ ഒരു 10% ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അതിൽ തന്നെ 5% നമ്മൾ ഒരു പക്ഷേ ജയിലുകളിൽ പോലും കാണാത്ത ക്രിമിനൽ മൈൻഡഡായിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും പോലീസിലുണ്ട്. സോ വി ഹാവ് ടു വീഡ് ദം ഔട്ട്. അവരെ നമ്മൾ വീഡ് ദം ഔട്ട് ചെയ്യുന്നില്ലാത്തടത്തോളം കാലം അത് ഇങ്ങനെയാണ് വീഡ് ദം ABCD കാറ്റഗറി ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ വീഡ് ദം ഔട്ട് ചാൻസ് കിട്ടാതെ അങ്ങനെയൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. പഴകെ അവനെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ച് അതുപോലെ രക്ഷപ്പെട്ടൊക്കെ പോയി വരുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതലുണ്ടാകും. പിന്നെ പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്, ചില സമയങ്ങളിൽ കേസുണ്ടാകും, അത് ഡിറ്റക്റ്റ് ചെയ്യണമെന്നുള്ളത് ഭയങ്കര പ്രഷറായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മറ്റേ പെരുമ്പാവൂർ കേസിൽ ഞാൻ സയൻറ്റിഫിക്കായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മാത്രം, ആബ്സല്യൂട്ട്ലി സയൻറ്റിഫിക്. ആളെ കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ടേ. ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വി ഷുഡ് നോട്ട് നോ, ബട്ട് വി ഗോ ബൈ ദ ട്രൂത്ത് ആൻഡ് ലോ ആൻഡ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. അതാണ് നിന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് മന്തിൽ കിട്ടിയില്ല, പക്ഷേ വി ടു കാൾ ദ എവിഡൻസ് ടു ഫിക്സ് ദ അക്യൂസ്. അപ്പോൾ കുറച്ച് നേരം കൂടി നമ്മൾ ഔട്ട് ഓഫ് ദ മൊബൈൽ ഫോൺസ്, തൗസൻഡ്സ് ഓഫ് മൊബൈൽ ഫോൺ, വി ആൾ കെയിം ടു 4 ഫോൺസ്. അപ്പോൾ അത് മറ്റേ ടീമിന് കിട്ടി, ദെൻ ദ ടു ഗിറ്റ് അപ്പ്. അപ്പോൾ അതത്രയേ ഉള്ളൂ. പക്ഷേ വി ഡിഡ് നോട്ട് ഫാൾ ഇൻ ദ എൻ്റെ അടുത്ത് ആരും പ്രഷർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ടു ടെൽ യു ഫ്രാങ്ക്, CMO അല്ലെങ്കിൽ HMO ഒന്നും എന്നെ യാതൊരു പ്രഷറും ചെയ്തിരുന്നില്ല. അതും പറയണമല്ലോ. അതായത് ആരെങ്കിലും പിടിക്കണം, നമുക്കിത് ഇലക്ഷൻ്റെ ഇതാണ്, അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. സോ നോബഡി ഡിഡ് ഇറ്റ്, സോ വി ഡിഡ് ഇറ്റ് പ്രൊഫഷണലി, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ ദർ ആർ ഗുഡ് ഓഫീസേഴ്സ്. പക്ഷേ എൻ്റെ കാലത്ത് ഞാൻ ഇപ്പോഴത്തെ പിള്ളേരെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. മെനി ഓഫ് ദം ആർ അൺനോൺ ടു മീ ആൻഡ് മോസ്റ്റ് ഓഫ് ദം മസ്റ്റ് ബി ടെക്നിക്കൽ ഫെലോസ് ആൾസോ, അതായത് മോസ്റ്റ്ലി ഫ്രം എൻജിനീയറിംഗ് വിങ് ആൻഡ് IIT ആൻഡ് ഓൾ ദോസ് തിങ്സ്, ടെക്നിക്കലി മച്ച് ബെറ്റർ. പക്ഷേ എൻ്റെ കാലത്ത് ഞാൻ പറയുമായിരുന്നു, ഈ പ്രൊപ്പോർഷൻ ഓഫ് ക്രിമിനൽസ് ആൻഡ് കറപ്റ്റ് എലമെൻറ്റ്സ് പെർസെൻറ്റേജ് വൈസ് മോർ ഇൻ IPS കമ്പയർഡ് ടു ലോക്കൽ പോലീസ്. മനസ്സിലായോ? അതാണ് ഞാൻ എൻ്റെ സെൻഡ് ഓഫിൻ്റെ മീറ്റിങ്ങിലും പ്രസംഗിച്ചത് അതാണ്. ദാറ്റ് പെർസെൻറ്റേജ് ഈസ് മോർ. പെർസെൻറ്റേജാണ്, ആബ്സല്യൂട്ട് നമ്പർ അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 100 IPS ഓഫീസേഴ്സ് 5 or 10 ആർ കറപ്റ്റ്, 10 ആണ് അത്. പക്ഷേ ഔട്ട് ഓഫ് 60,000 പോലീസ്മെൻ 10% ഉണ്ടാവില്ല. ദാറ്റ് മേ ബി ലെസ്. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ആബ്സല്യൂട്ട് നമ്പറിലല്ല. അപ്പോൾ അവരെയൊക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. അവർക്കൊക്കെ പല താല്പര്യങ്ങളുണ്ടാകും. അങ്ങനെയുള്ളവരെയൊക്കെ പോലീസെന്ന് പറഞ്ഞു വിടുകയാണ് ബെറ്റർ. അങ്ങനെയുള്ള നടപടികൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ അങ്ങനത്തെ സിസ്റ്റമൊക്കെ ഉണ്ടാകും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 15 കൊല്ലം കഴിയുമ്പോൾ 25 കൊല്ലം കഴിയുമ്പോൾ ഒക്കെ റിവ്യൂ ചെയ്തത് വിടാനും, അങ്ങനെ വിടാൻ പറഞ്ഞവനാണ് തച്ചങ്കേരി. അത് ഗവൺമെൻറ് വിട്ടില്ല. ഗവൺമെൻറ് ബാലസുബ്രഹ്മണ്യം സാറൊക്കെ റെക്കമെൻഡ് ചെയ്ത് വിട്ടവനാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദോസ് തിങ്സ് ആർ ദെയർ. അപ്പോൾ അതൊന്നും പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട് ഇത്തരം അട്രോസിറ്റീസ് എല്ലാം നടക്കുന്നു. പക്ഷേ അത് ബാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എഗെയിൻ കൂത്തുപറമ്പ് എഫക്റ്റ് പോലെ പോലീസ് വിൽ ബി സ്കെയർഡ് ടു ടേക്ക് ആക്ഷൻ വെയർ ദേ ഹാവ് ടു ആക്ച്വലി ടേക്ക് ആക്ഷൻ. അപ്പോൾ ആക്ച്വലി വീണ്ടും ആൾക്കാരെ ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് എന്തിനാ ചെയ്താൽ ഇതാണ് പണി. അപ്പോൾ ഇപ്പോൾ അന്ന് ഞാൻ ചോദിച്ചിരുന്നു, ഇപ്പോൾ നമ്മൾ ഈ പോലീസിനെ പിടിച്ചപ്പോൾ ഏതോ എനിക്ക് തോന്നുന്നു അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ആളാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് അന്ന് ആദ്യം ഇൻ്റർവ്യൂ ചെയ്തത്. സോ ഈ അനിൽ ഇമ്മാനുവൽ വന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ വെച്ചൊരു സ്ത്രീനെ റേപ്പ് ചെയ്യുന്നുണ്ടാൽ നമ്മൾ ഓഫീസിൽ പോയിട്ട് എല്ലാം റേഡിയോയ്ക്ക് വന്നിട്ട് അത് ചെയ്യാമല്ലോ. വി വിൽ ടേക്ക് ആക്ഷൻ ഇമ്മീഡിയറ്റ്ലി ദെയർ. അല്ലാതെ നമ്മൾ ഈ ലീഗൽ പ്രൊവിഷൻ എങ്ങനെയാണ് നമ്മൾ FIR വന്നതിന് ശേഷം ഇവിടെ അവർ വന്നിട്ട് അവരെ രക്ഷിക്കും, അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. വി വിൽ ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. അതിന് ഇതിനൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് MG കോളേജിൽ കയറിയല്ലോ. അതിനുശേഷം 2006 ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ നമ്മുടെ പോലീസുകാരെ അറ്റാക്ക് ചെയ്യും, ജയിപ്പ് തീയിടുകയും ചെയ്തു. സോ ഐ വെൻ ദർ ആൻഡ് ആസ്ക്ഡ് ദ പ്രിൻസിപ്പൾ ഓപ്പൺ ദ ഗേറ്റ്. അവർ പേടിച്ച് തുറന്നില്ല. അപ്പോഴേക്കും മാർക്സിസ്റ്റ് ലീഡേഴ്സൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ ഗേറ്റ് അങ്ങ് പൊക്കിച്ചിട്ട് എൻ്റേഡ് ദ യൂണിവേഴ്സിറ്റി കോളേജ്. എന്നിട്ട് കംപ്ലീറ്റ് അപ്പോൾ പരീക്ഷ നടക്കുന്നുണ്ട്, ആ ഹാളുകൾ വെരിഫൈ ചെയ്തില്ല, ബാക്കി ഹാൾ. അപ്പോഴേക്കും SFIക്കാർ, അന്ന് ഈ ഷംസീർ,
എന്ത് ജോയിയാണ്, സിന്ധു ജോയ്, സ്വരാജ്, സ്വരാജ് ഇവരൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവരായിട്ട് ഒരു സംഘർഷത്തിന് പോയില്ല. എൻ്റെ അടുത്തേക്ക് ഇവർക്ക് എത്താനും പറ്റാത്ത വിധത്തിൽ പോലീസുണ്ട്. പച്ചത്തെറികൾ പറയുന്നതാണ്. ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തത് ഉള്ളത് ഇവരുടെ കയ്യിലാണ്, സിന്ധു സൂര്യകുമാറിൻ്റെ ഏഷ്യാനെറ്റിലാണ്. അപ്പം ഞാൻ ഓഫീസിൽ വന്ന് നോക്കുമ്പോൾ അവരത് ഒരു പ്രാവശ്യം ഇട്ടു, പക്ഷെ പിന്നീട് അവർ ഇട്ടില്ല. കാരണം മറ്റേ കേസ് കിടക്കായിരുന്നു, അതുകൊണ്ട് അവർ ഇട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഇൻ്റർവ്യൂ ആക്ച്വലി അനിൽ ഇമ്മാനുവൽ അന്ന് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യണം, അവിടെ കൊടുത്തു. അത് ഇടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. അത് സൂര്യ കൊടുത്തു, സൂര്യയിൽ ഇട്ടത്. അതിൻ്റെ വിഷമം ഇത് അനിൽ ഇമ്മാനുവൽ ഇപ്പോൾ എവിടെയും വർക്ക് ചെയ്യുന്നില്ല. മറ്റൊരു കേസിൽ അയാൾ സ്ട്രോങ് സ്റ്റാൻഡ് എടുത്ത് ആ കേസും അനിൽ രാജുവിൻ്റെ കേസ് ഞാൻ തന്നെ എടുത്ത കേസാണ്. ആ കേസിൽ അയാളിപ്പോൾ സ്വന്തം മലയാള മനോരമയെന്ന് ഒഴിഞ്ഞ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ബുക്കിലൊന്നും എല്ലാം എഴുതില്ല. ദർ വിൽ ബി ലോട്ട് ഓഫ് തിങ്സ് വിച്ച് വി ഹാവ് നോട്ട് റിട്ടൺ.